ഇടയിൽ ഒരു ഫേവറേറ്റ് മാം ആരെന്ന് ചോദിച്ചാൽ പലപ്പോഴും ഞാൻ കേൾക്കുന്ന ഒരു ആൻസർ ആണ് നൗഫറ മാം. മാം ഭയങ്കരമായിട്ട് സ്റ്റുഡൻസിനായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. ആ ഡോക്ടർ വെറും ഒരു MBBS, വെറും MBBS. ചില ഡോക്ടേഴ്സ് ഭയങ്കരമായിട്ട് മരുന്ന് എഴുതും, ചില ഡോക്ടേഴ്സ് ആന്റിബയോട്ടിക് ഒന്നും എഴുതില്ല, അവർ എഴുതിയ മരുന്നൊന്നും എഴുതിയാൽ ഒന്നും അസുഖമൊന്നും മാറുന്നില്ല. ഡ്രഗ് നമ്മൾ മാർക്കറ്റിൽ വിപണിയിൽ ഇറങ്ങുന്നതിൻ്റെ മുന്നേ ഒരുപാട് ട്രയൽസിലൂടെയാണ് പോണത്. പലപ്പോഴും പബ്ലിക് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് ആന്റിബയോട്ടിക് എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 5 ദിവസത്തിനാണെന്നുണ്ടെങ്കിൽ അത് 2 ദിവസം കഴിച്ചിട്ട് നിർത്തുക എന്നുള്ളത്. എല്ലാവർക്കും നമസ്കാരം. ഹ്യൂമൻസ് ഓഫ് ഹെൽത്ത് കെയറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ കൂടെയുള്ളത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട്ടിലെ ഫാർമക്കോളജി വിഭാഗം അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആയിട്ടുള്ള ഡോക്ടർ നൗഫറ മാം ആണ്. വെൽക്കം മാം. താങ്ക് യു. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാവർക്കും MBBS എന്തുകൊണ്ട് MBBS എടുത്തു എന്ന് ചോദിക്കുമ്പോൾ അതിന് പിന്നിൽ ചിലപ്പോൾ ഒരു കഥ ഉണ്ടാവാറുണ്ട്. മാമിന് അങ്ങനെ സ്പെസിഫിക്കലി എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടോ? ആക്ച്വലി ഞാൻ 4th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഡോക്ടർ ആവണമെന്നതിൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടായിരുന്നു നെസ്ല. ഈ നെസ്ല എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജിലെ പിന്നെ പ്രൊഫസർ ആൻഡ് HOD OBG പ്രൊഫസർ ആൻഡ് HOD ആയിട്ട് റിട്ടയർ ചെയ്ത ഡോക്ടർ റഷീദ ബീഗത്തിൻ്റെ മോളാണ്. അപ്പോൾ ഞാൻ ഈ നെസ്ലയുടെ വീട്ടിലൊക്കെ പോകുന്ന സമയത്ത് ആൻറ്റിയെ കാണുന്ന സമയത്തും പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ മദറിന് കുറച്ച് ഗൈനക്കോളജിക്കൽ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ മാഡത്തിൻ്റെ വീട്ടിൽ പോകാവുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് പിന്നെ മെഡിക്കൽ കോളേജിൽ ഒരു തവണ കാണിക്കാനൊക്കെ പോയ സമയത്തൊക്കെ ആൾക്കാർ പിന്നെ മാഡത്തിന് കൊടുക്കുന്ന ആ ഒരു റെസ്പെക്റ്റും അപ്പോൾ അതൊക്കെ എന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒരു ഫാസിനേറ്റ് ചെയ്തു. ഇത് പക്ഷേ വെൽ ബിഫോർ ദാറ്റ് ഇറ്റ് സെൽഫ് എനിക്ക് എന്തോ ഡോക്ടർ ആയി കഴിഞ്ഞാൽ നമുക്ക് കുറേ ആൾക്കാർക്ക് ഒരു പിന്നെ ആശ്വാസം കൊടുക്കാമല്ലോ. 4ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ കയറിക്കൂടിയ ഒരു ആഗ്രഹമാണ്. പിന്നെ അതങ്ങനെ ഇങ്ങനെ വലുതായി. പിന്നെ പിന്നീട് MBBSന് അഡ്മിഷൻ കിട്ടിയപ്പോൾ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയപ്പോൾ ഈ സെയിം റഷീദ മാഡത്തിൻ്റെ സ്റ്റുഡൻ്റ് ആവാനുള്ള ഭാഗ്യമായിരുന്നു. ഫൈനൽ ഇയർ MBBSന് എൻ്റെ യൂണിവേഴ്സിറ്റി എക്സാമിനറും ഒക്കെ മാഡം ആയിരുന്നു. അതൊരു സന്തോഷം, ഭയങ്കര ഒരു ഡെസ്റ്റിനി ആയിരുന്നു അല്ലേ? എവിടുന്ന് തുടങ്ങിയത്? അതെ 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 അതെ. ഓക്കെ, അപ്പോൾ മാം MBBS ഇപ്പോൾ കുറച്ച് കാലം മുന്നെയാണ്. ഈ മാം ഇപ്പോൾ ഒരു നോൺ ക്ലിനിക്കൽ ആയതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിനായിട്ട് കുറച്ചും കൂടിയും അപ്പോൾ മെൻറ്റർ മെൻറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല ഇടപഴകുന്ന സ്റ്റുഡൻസിന് ഇടയിൽ ഒരു ഫേവറേറ്റ് മാം ആരെന്ന് ചോദിച്ചാൽ പലപ്പോഴും ഞാൻ കേൾക്കുന്ന ഒരു ആൻസർ ആണ് നൗഫറ മാം. മാം ഭയങ്കരമായിട്ട് സ്റ്റുഡൻസിനായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു MBBSും മാം പഠിച്ചപ്പോഴും ഡിഫറൻസസ് എന്തൊക്കെയായിരുന്നു? നമ്മൾ പഠിച്ചിരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ക്യാമ്പസിൽ അന്ന് ഈ മൊബൈൽ ഫോൺ, ഞാനൊക്കെ ആദ്യമായിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് എൻ്റെ ഇൻറ്റേൺഷിപ്പിൻ്റെ സമയത്താണ്. അപ്പോൾ ഈ സ്റ്റുഡൻസ് തമ്മിലും ഫാക്കൽറ്റീസ് തമ്മിലും കുറച്ചും കൂടെ ഒരു ബെറ്റർ ഇൻറ്ററാക്ഷൻ ഉണ്ടായിരുന്നു. ആ ഒരു ഇത്തിരിയും കൂടെ ഒരു ഇൻറ്റിമസി ഉണ്ടായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം അത് വളരെ ചുരുക്കം ചില കുട്ടികളിലേക്ക് ആയി മാറിപ്പോയിട്ടുണ്ട്. ഈവൻ ബാച്ച്മേറ്റ്സ് തമ്മിലും തന്നെ അത്ര ഒരു ഇൻറ്റിമേറ്റ് കോണ്ടാക്ട്, ഒരു ബാച്ച് സ്പിരിറ്റ് എന്നത് അത്രമാത്രം ഇപ്പോൾ ഉണ്ടോ എന്നുള്ളത് എനിക്കൊരു സംശയം. ചിലപ്പോൾ അതിൻ്റെ ഒരു സംശയമായിരിക്കാം. പക്ഷേ എന്നിരുന്നാലും ഞാൻ പറയുമ്പോൾ നമ്മൾ പഠിപ്പിച്ചിരുന്ന നമ്മുടെ മാഡംസിൻ്റെയും സാറുമാരുടെയൊക്കെ കൂടെ നമ്മൾ കൊളീഗായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മളിപ്പോഴും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടർ ലൈല മാഡത്തിൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാൻ MBBSനും PG. പക്ഷേ ഇപ്പോഴും നമ്മൾ രണ്ടുപേരും സെയിം റൂമിൽ ഇരുന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ബട്ട് എവറി ഡേ മോർണിംഗ് വെൻ ഐ എം എൻറ്ററിങ് ദറ്റ് വെൻ ഐ എം സീയിങ് ഹർ, നമ്മൾ മാഡത്തിനെ വിഷ് ചെയ്യുന്നു, നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നു. പക്ഷേ അതായത് റെസ്പെക്റ്റ് ചെയ്യണം എന്നല്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് നമ്മളെ ആ ഒരു ഫാക്കൽറ്റിയും സ്റ്റുഡൻറ്റും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് അത്ര ഒരു സ്ട്രോങ് ആണോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. പക്ഷേ എക്സെപ്ഷൻസും ഉണ്ട് കേട്ടോ, ഒരുപാട് എക്സെപ്ഷൻസും ഉണ്ട്. ഒന്ന് മാം അതുകൊണ്ടായിരിക്കും കുട്ടികളായിട്ട് എപ്പോഴും ഭയങ്കര ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നത് അല്ലേ? എനിക്ക് പൊതുവേ ഞാൻ വളരെ ഇഷ്ടപ്പെട്ടെടുത്തതാണ് പിന്നെ ഇത് മെഡിക്കൽ ടീച്ചിങ് എന്നാൽ. ഞാനത് നന്നായി എൻജോയ് ചെയ്യുന്നു. ആൻഡ് ഐ എം വെരി 100% സാറ്റിസ്ഫൈഡുമാണ് ഞാൻ ഈ ഒരു പ്രൊഫഷനിൽ എത്തിപ്പെട്ട് മെഡിക്കൽ ടീച്ചിങ്ങിൽ. അപ്പോൾ എനിക്കെപ്പോഴും തന്നെ ഞാൻ ആ മെൻറ്റർ മെൻറ്റി സിസ്റ്റമൊക്കെ ഞാൻ നന്നായി എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഞാൻ എപ്പോഴും ഇപ്പം എൻ്റെ മെൻറ്റീസിൻ്റെ അടുത്താണെങ്കിൽ ഞാൻ പറയും, നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തന്ന ഒരാൾ നിങ്ങൾ അവരെ കാണുന്ന സമയത്ത് പുഞ്ചിരിക്കുക, ഒന്നും അതിൽ
നഷ്ടപ്പെടാനില്ല. അവരെ ഒന്ന് കണ്ടാലൊന്ന് മൈൻഡ് ചെയ്യുക, ഒന്ന് ചിരിക്കുക, എന്തെങ്കിലും ജസ്റ്റ് സേ എ ഹായ്. അതുണ്ടാക്കുന്നത് നമ്മളെപ്പോഴും വി ഹാവ് ടു സ്പ്രെഡ് സ്മൈൽസ് അല്ലേ, എപ്പോഴും ദാറ്റ് ക്രിയേറ്റ്സ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് സ്റ്റുഡൻസുമായിട്ട് എപ്പോഴും നല്ലൊരു റാപ്പോ കീപ്പ് ചെയ്യാനും, ഇപ്പം ഞാൻ ശാസിക്കാറുണ്ട് നന്നായി, അവരെയൊക്കെ വഴക്ക് പറയാറുണ്ട് തെറ്റുകൾ കണ്ടാലും, പക്ഷേ അവർ അത് നന്നായി വരണം, അത് കറക്റ്റ് ചെയ്ത് വരണം എന്നുള്ളൊരിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നന്നായി ആ മെൻറ്റി സിസ്റ്റം, ഞാൻ ഭയങ്കര മെൻറ്റർ മെൻറ്റി സിസ്റ്റം എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. മാം പറഞ്ഞ പോലെ മാമിനെ എവിടുന്ന് നമ്മൾ ക്യാമ്പസിന് എവിടുന്ന് കണ്ടാലും മാം ചിരിച്ചിട്ടേ ഇരിക്കും. ലൈക്ക് അറിയുന്ന ആളാണ്. ലൈക്ക് ഞാൻ ശരിക്കും മാമിന്റെ മെന്റർമെന്റ് ഒന്നുമില്ല, പക്ഷെ മാം ചിരിച്ചാണ് ഞാൻ മാമിനായിട്ട് കമ്പനി ആയിട്ടുള്ളത്. ഓക്കെ. പിന്നെ മാം പറഞ്ഞപ്പോൾ മാമിൻ്റെ ഇന്റേൺഷിപ്പ് സമയത്താണ് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. പക്ഷെ ഇപ്പോൾ നമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചെറുപ്പം മുതലേ ഉണ്ട്. പക്ഷെ ശരിക്കും ഈ ഒരു MBBS ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്റ്റഡി ഫേസിൽ മൊബൈൽ ഫോണിൻ്റെ ഒരു ഇമ്പാക്ട് ലൈക്ക് അത് എങ്ങനെയായിരിക്കും? മൊബൈൽ ഫോണിന് ഒരുപാട് പോസിറ്റീവ് വശങ്ങളുണ്ട്. അറ്റ് ദ സെയിം ടൈം ഒരു എന്താ പറയുക, ഒരു 20-30% കുറേ ഡ്രോബാക്സും ഉണ്ട്. അതായത് നമ്മൾ ഡയറക്റ്റ് ഹ്യൂമൻ റിലേഷൻസ് കുറയാണ്. ആൾക്കാർ സോഷ്യൽ മീഡിയയിലൂടെ ഇൻട്രാക്ട് ചെയ്യുന്നത് കൂടുന്നുണ്ട്. നേരെ മറിച്ച് ഇപ്പം ഞാനും ഹെന്നയും തമ്മിൽ നേർക്ക് നേരെ സംസാരിക്കുന്ന അതിൻ്റെ ഒരു ഇൻറ്റിമസി എനിക്ക് തോന്നുന്നില്ല നമ്മൾ ടെക്സ്റ്റ് ചെയ്തിട്ട് ഒരു മൊബൈൽ ഫോണിലൂടെ ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പം നമ്മളിലേക്ക് തന്നെ ഒതുങ്ങി പോകുന്നുണ്ടോ എന്ന് പലപ്പോഴും നമ്മളെ ജനറേഷനിലുള്ള ആൾക്കാർക്ക് നമുക്ക് തോന്നാറുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ബാച്ചിൽ ഒരുപാട് പേര് ഇപ്പം കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ ഫാക്കൽറ്റീസ് നമ്മൾ പറയാറുണ്ട്, ഇപ്പം പല കുട്ടികളുടെ അടുത്തും ഇപ്പം തൊട്ടടുത്തുള്ള റോൾ നമ്പറിൽ ആ കുട്ടീനെ കുറച്ചായിട്ട് കാണുന്നില്ലല്ലോ, എന്തുകൊണ്ട് വരുന്നില്ല എന്ന് ചോദിച്ചാൽ അറിയില്ല മാഡം. നേരെ മറിച്ച് നമ്മളായിരുന്ന സമയത്ത് ഒരു യൂണിറ്റ് മേറ്റ്സ് ഫ്രണ്ട്സ് ആണെങ്കിൽ നമ്മൾ ഭയങ്കര നമ്മൾ തൊട്ടടുത്തുള്ള ആൾക്കാരെ പറ്റി നമുക്കെല്ലാം അറിയാം. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇവരെല്ലാം ഭയങ്കര ഫ്രണ്ട്സ് ആയിരിക്കും. പക്ഷെ നേരെ കാണുന്ന സമയത്ത് നമ്മൾ മനുഷ്യന്മാരെ, അതായത് നമ്മൾ ടച്ച് ചെയ്ത് നേരെ കണ്ട് സംസാരിക്കുന്ന സമയത്തുള്ള അതിൻ്റെ ഒരു വ്യത്യാസം വേറെ തന്നെയാണല്ലോ. അപ്പം ഈ മൊബൈൽ ഫോണിൻ്റെ ഇപ്പോൾ നമ്മൾ അതിലേക്ക് ഈ പലരും ഉറക്കം നഷ്ടപ്പെടുന്ന അവസ്ഥ, ഇതിൽ തന്നെ കുറേ സമയം റീൽസ് കണ്ടിട്ടും രാത്രി കൃത്യമായി ഉറങ്ങാതെയും ഒക്കെ 2 മണിക്കും 3 മണിക്കും ഉറങ്ങുന്നതും അതൊക്കെ ആവുന്ന സമയത്ത് നമ്മുടെ ആ ഒരു സിർക്കേഡിയൻ റിതം ഒക്കെ മാറിപ്പോകുന്ന സ്ഥിതിയാണ്. മൊബൈൽ ഫോൺ യു ഹാവ് ടു യൂസ് എവറിത്തിങ് ജുഡീഷ്യസ്ലി. നല്ല രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾവേസ് വണ്ടർ. പിന്നെ ഇപ്പോൾ നമുക്ക് അറിയുന്ന പോലെ തന്നെ MBBS ലൈഫ് ആ ഒരു ഹോൾ 5.5 ഇയേഴ്സ് ഭയങ്കര ഒരു ഹെക്ടിക് സ്ട്രെസ്ഫുൾ ആണ്. മാമിൻ്റെ സമയത്ത് മാം എങ്ങനെയായിരുന്നു അത് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ ആക്ച്വലി MBBS നമ്മളെ സിലബസ് വളരെ വാസ്റ്റാണ് അല്ലേ, നമ്മൾ ഭയങ്കര സ്ട്രെസ്ഫുള്ളാണ്. നമ്മൾ ഒരുപാട് ഇപ്പം +1 +2ൻ്റെ കൂടെ നമ്മൾ ഈ എൻട്രൻസ് കോച്ചിങ്ങും കൂടെ ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ എത്തുന്നത്. ഭയങ്കര സ്ട്രെസ്ഫുൾ, എസ്പെഷ്യലി ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എന്ന് പറയുമ്പോൾ ഭയങ്കര കോമ്പറ്റീഷൻ കൂടുതലാണ്, ഭയങ്കര സ്ട്രെസ്ഫുള്ളായി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ MBBSന് എത്തുന്ന സമയത്തും ടോട്ടലി ഒരു ഡിഫറെൻറ്റ് അറ്റ്മോസ്ഫിയർ, ഒരു ഹ്യൂജ് ക്യാമ്പസ്, ഒരു ബാച്ചിൽ തന്നെ 250 സ്റ്റുഡൻസ് ഒക്കെ വരുന്ന സമയത്ത് പിന്നെ ആ സബ്ജക്റ്റിൻ്റെ ഒരു വാസന ഭയങ്കര സ്ട്രെസ്ഫുൾ ആണ്. അത് കറക്റ്റാണ് ശരിക്കും. പക്ഷേ ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ജനറേഷന് സ്ട്രെസ്സിനെ എത്രമാത്രം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഒരു ഡൗട്ട്ഫുൾ കേസസ് ആണ്. കാരണം ഇപ്പോൾ ഡിപ്രഷൻ, ആങ്സൈറ്റി, എക്സാം ഫിയർ ഒക്കെ ഒരുപാട് കൂടുതലാണ്. മേ ബി ബിക്കോസ് ഇവർ അത്ര ഇൻട്രാക്ട് ചെയ്യുന്നത് കുറവായിരിക്കാം, അതുകൊണ്ടായിരിക്കും. പക്ഷെ നമ്മളെ സമയത്ത് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഇയർ ഒക്കെ ആയിരുന്ന സമയത്ത് ഞാൻ അനാറ്റമിയൊക്കെ എത്രയോ പ്രാവശ്യം പൊട്ടിയിട്ടുണ്ട്. പക്ഷേ ഫൈനൽ ആവറേജ് ആകുമ്പോഴേക്കും നമ്മൾ എങ്ങനെയെങ്കിലും, പക്ഷെ നമ്മൾ ചെയ്യുന്നത് നമുക്ക് എന്തൊരു സ്ട്രെസ്സ് വരുന്ന സമയത്തും നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യും. ഇപ്പം ഞാനാണെങ്കിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും, ഐ വാസ് എ ഡേ സ്കോളർ, ബട്ട് ഐ യൂസ് ടു ഷെയർ ഈച്ച് ആൻഡ് എവറിത്തിങ് ടു മൈ പേരൻസ്. എവറി ഡേ ഞാൻ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ കാര്യങ്ങൾ. അപ്പം നമ്മളത് ഷെയർ ചെയ്യുക. വാട്ട് എവർ ഇസ് യുവർ, നിങ്ങളുടെ സ്ട്രെസ്സാണെങ്കിലും നിങ്ങളുടെ ഹാപ്പിനെസ് ആണെങ്കിലും ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുക. അതുപോലെ എന്തൊരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് യു ഷെയർ വിത്ത് യുവർ ഫാക്കൽറ്റീസ്, അവരുടെ ഹെൽപ്പ് സീക്ക് ചെയ്യുക. അല്ലാതെ നമ്മൾ മാറി നിന്ന് ബാക്കിയുള്ളവരുടെ അടുത്ത് ഇൻട്രാക്ട് ചെയ്യാതിരിക്കുന്നത് ദാറ്റ് വിൽ മേക്ക് ദ സിറ്റുവേഷൻ വേഴ്സ്. പിന്നെ അതുപോലെ തന്നെ ബാക്കി ആക്ടിവിറ്റീസിലൊക്കെ നല്ലോണം ഇൻവോൾവ് ആയി. അപ്പം ഞാൻ ഇരുന്ന സമയത്ത്, ഞാൻ സെക്കൻഡ് ഇയർ ആവുന്ന സമയത്ത് തന്നെ ഞാൻ യൂണിയൻ മെമ്പർ ആയിരുന്നു.
പിന്നെ NSS, പേഷ്യൻ്റ് കെയർ യൂണിറ്റ്, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവുന്നു. അപ്പോൾ എനിക്ക് ഈ പഠിത്തത്തിൻ്റെ സ്ട്രെസ്സ്, ഈ സിലബസിൻ്റെ സ്ട്രെസ്സ് അത്രയും അങ്ങോട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഈ പഠനം മാത്രമായിട്ട് ആവുന്ന സമയത്ത് നമുക്കത് പിന്നെ അതുപോലെ തന്നെ ബാക്കി ക്യാമ്പസിൽ നമ്മൾ സജീവമായി പല കാര്യങ്ങളിലും ഇടപെട്ട് ആവുന്ന സമയത്ത് നിങ്ങളുടെ സ്ട്രെസ്സ് നോർമലി അത് കുറയും. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. മാം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് പൊതുവേ പബ്ലിക്കിനുള്ളൊരു ഒപ്പീനിയാണ് ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ പഠിക്കൽ മാത്രമാണ് അവരുടെ ലൈഫിൽ വേറെ ഒന്നും ഇല്ല എന്നുള്ളത്. ലൈക്ക് മാം തന്നെ പറഞ്ഞു ആ കാലത്ത് പോലും മാം അത്രയും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ ആ ഒരു തെറ്റിദ്ധാരണ എന്തുകൊണ്ടായിരിക്കും പബ്ലിക്കിന് ഉണ്ടാവാൻ? അതെനിക്ക് തോന്നുന്നു നമ്മളിപ്പം പലപ്പോഴും പൊതുജനം നമ്മളെ പറ്റി പറയുന്നത് ക്രീം ഓഫ് ദ സൊസൈറ്റിയിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ പിന്നെ നീറ്റ് എന്ന് പറയുമ്പം ഭയങ്കര കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാമാണ്. ഐ വുഡ് സേ ദാറ്റ് ഈവൻ സിവിൽ സർവീസിനേക്കാളും ടഫസ്റ്റ് എക്സാമാണ് നീറ്റ്. അപ്പോൾ അവർ ഭയങ്കര അബുജികളാണ്, ഭയങ്കര പഠിപ്പിസ്റ്റുകളാണ്. അപ്പോൾ പഠിപ്പിസ്റ്റുകളെ എന്ന് നമ്മളെ മുദ്ര കുത്തി നമ്മൾ ബാക്കി പിന്നെ കാര്യങ്ങളിലൊന്നും ഇൻവോൾവ് ആവുന്നില്ല എന്ന് ആൾക്കാർക്ക് തോന്നുന്നു. ഇപ്പം എൻ്റെ ബാച്ചിൽ പറയുകയാണെങ്കിൽ എൻ്റെ ബാച്ചിൽ ഒരു സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിന് കലാതിലകം ഉണ്ടായിരുന്നു, ഡോക്ടർ ശ്രീഹരി. പിന്നെ യൂണിവേഴ്സിറ്റി ഐ മീൻ ശ്രീഹരി വാസ് കലാപ്രതിഭ ആൻഡ് ഡോക്ടർ നിംന കലാതിലകം ആയിരുന്നു. അങ്ങനെ ഒരു കലാപ്രതിഭയും കലാതിലകവും ഉണ്ടായിരുന്ന ഒരു ബാച്ചാണ്. പിന്നെ നമ്മളെ ബാച്ചിൽ ഒരുപാട് ടാലൻസ് ഉള്ള, ഇപ്പോൾ രാഗം ഫെസ്റ്റിവലിനൊക്കെ നമ്മുടെ ഡാൻസ് ഗ്രൂപ്പ് പിന്നെ സൗത്ത് സോണിൽ രാഗം ഫെസ്റ്റിവലിലൊക്കെ ഫസ്റ്റായിട്ട് വന്ന്, അങ്ങനെ നമ്മുടെ ബാച്ചിൽ ഒരു ഐ ബിലോങ് ടു ദ 44th ബാച്ച്. നമ്മുടെ ബാച്ചിൽ ഒരു എബണ്ടൻസ് ഓഫ് ടാലൻസ് ഉള്ള ഒരു ഗ്രൂപ്പ്. പക്ഷേ അത് തന്നെ അത് നമുക്ക് പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങളും ഒരുപാടായിരുന്നു. എപ്പോഴും ക്യാമ്പസിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൾച്ചറൽ ആക്ടിവിറ്റീസ് ആയിട്ടും സ്പോർട്സ് ആയിട്ടും ഭയങ്കര, എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തേനേക്കാളും വളരെ സജീവമായൊരു ക്യാമ്പസായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളെ ബാച്ചിലൊന്നും ആരും ഒരു ഡിപ്രഷൻ ഉള്ളതായിട്ട് പറയുന്നതോ അങ്ങനെയൊന്നും നമ്മളാരും ആ സമയത്ത് നമ്മൾ അങ്ങനെ ഒരു സംഭവത്തിനെ പറ്റി കേൾക്കുന്നേ ഇല്ല. വി ആർ സ്റ്റഡിങ് ഡിപ്രഷൻ പ്രശ്നങ്ങൾ. പക്ഷെ നമ്മളെ ബാച്ചിലൊന്നും ഒരാൾക്ക് പോലും അങ്ങനെ ഒരു ഉണ്ടായതായിട്ട്. പക്ഷേ ഹൗസ് ഏജൻസിയൊക്കെ ആയി അത് കഴിഞ്ഞ് PG പ്രിപ്പറേഷനൊക്കെ ആയ സമയത്ത്, പക്ഷേ UG പീരീഡിൽ ആരും അങ്ങനെ പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല. മേ ബി ബിക്കോസ് നമ്മൾ ഒരുപാട് ഇങ്ങനെ ഈ കലയും ഡ്രാമ, നല്ല നല്ല ഡ്രാമകൾ ഉണ്ടായിരുന്നു. ബാൻഡ്, നമ്മൾ കോളേജിൽ വെസ്റ്റേൺ ബാൻഡ് ഉണ്ടായിരുന്നു, ഈസ്റ്റേൺ ബാൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ മാം അത്യാവശ്യം നല്ല എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ ഇൻക്ലൂഡ് ആയിരുന്ന ആളായതുകൊണ്ട് തന്നെ മാമിൻ്റെ ആ ഒരു കോളേജ് ലൈഫിൽ ഏറ്റവും കൂടുതൽ ഒരു കോർ മെമ്മറി എന്ന് പറയാൻ പറ്റുന്നത് എന്തായിരിക്കും? ആക്ച്വലി നമ്മളെ സമയത്താണ്, നമ്മൾ യൂണിയനൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് ഇൻ്റർസോൺ നടന്നിരുന്നു. ഇൻ്റർസോണിൽ നമ്മൾ മെഡിക്കൽ കോളേജ് വിന്നേഴ്സായി. ആ സമയത്ത് വി വർ അണ്ടർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അപ്പോൾ ആ സമയത്ത് ആർട്സ് കോളേജുകളും ഒക്കെ ഉണ്ടായിരുന്നു. ആർട്സ് കോളേജുകളുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ടാണ് ഒരു മെഡിക്കൽ കോളേജ് ഇൻ്റർസോൺ വിന്നേഴ്സ് ആവുന്നത്. അത് കഴിഞ്ഞ് ഇൻ്റർ മെഡിക്കോസിന് നമ്മൾ ചാമ്പ്യൻസ് ആവുന്നു. അപ്പോൾ ആ രണ്ട് മൊമെൻറ്റും ഒരു നമ്മൾ മറ്റേത് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ ആയിട്ട് ഏറ്റുമുട്ടി നമ്മൾ പ്രൊഫഷണൽ കോളേജസ് വിന്നേഴ്സ് ആവുന്നത് ഭയങ്കര ഒരു ഡ്രീം മൊമെൻ്റ് ആയിരുന്നു അത്. പൊതുവെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മെഡിക്കൽ കോളേജസ് മാത്രമാണ്. ഇപ്പം എല്ലാവരും പറയും നിങ്ങൾ ആർട്സ് കോളേജിൻ്റെ അത്രയൊന്നും നിങ്ങളുടെ ഒന്നും ഒരിക്കലും എത്തൂല എന്നുള്ള. പക്ഷെ ഇപ്പം ഞങ്ങളുടെ ബാച്ചിലിനെ നോക്കി ഞങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ്, കുറേ നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം എനിക്ക് ആ പബ്ലിക്കിൻ്റെ ആ ഒരു കാര്യം ഭയങ്കര ഒരു ലൈക്ക് അവർക്ക് അറിയില്ല ശരിക്കും നമ്മുടെ ലൈഫ് എന്താണെന്നുള്ളത് തോന്നിയിട്ടുണ്ട്. മാം ഒരു ഡോക്ടർ ആയിരുന്നില്ലെങ്കിൽ വേറെ ഏത് പ്രൊഫഷൻ ആയിരിക്കും ചൂസ് ചെയ്തിട്ടുണ്ടാവുക? എനിക്ക് പൈലറ്റ് ആവാൻ വളരെ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കുമായിരുന്നു എൻട്രൻസ് ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടാണ് കിട്ടിയത്, സെക്കൻഡ് ടൈം. അപ്പോൾ ഇപ്രാവശ്യം കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ എന്തായാലും ഏവിയേഷൻ പഠിച്ച് പൈലറ്റ് ആവും. പിന്നെ അതുപോലെ എനിക്ക് ഈക്വലി ഇഷ്ടമുള്ളൊരു ഏരിയ ആണ് മ്യൂസിക്. എനിക്ക് എപ്പോഴും എൻ്റെ സ്ട്രെസ്സ് വരുന്ന സമയത്തും എനിക്കൊരു പാട്ട് കേട്ടാൽ, ഇപ്പോൾ അതൊന്നും ഇല്ലെങ്കിലും ഞാൻ 2 പാട്ട് പാടിക്കഴിഞ്ഞാൽ എൻ്റെ ഏത് സ്ട്രെസ്സും പോവും. അപ്പോൾ അത് പെർഫോം ചെയ്യാൻ പറ്റുക, ഇനിയിപ്പോൾ ആരും ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വീട്ടിൽ നിന്ന് ഒരു സ്മ്യൂളിലോ അല്ലെങ്കിൽ ഒരു കരയൊക്കെ വെച്ചിട്ടോ 2 പാട്ട് പാടിക്കഴിഞ്ഞാൽ എൻ്റെ കുറേ സങ്കടങ്ങളൊക്കെ അതിലങ്ങ് കുറയും. അങ്ങനെയാണെങ്കിൽ മാം നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടും? എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് സിംഗറാണ് ലതാ മങ്കേഷ്കർ. അപ്പോൾ എനിക്ക് മലയാളം പാടുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം ഹിന്ദി പാടാനാണ്. അപ്പോൾ ലതാ മങ്കേഷ്കറിൻ്റെ ഒരു സോങ് പാടും.
आपकी नजरों ने समझा प्यार के काबिल मुझे, दिल किए धड़कन ठहर जा, मिल गई मंजिल मुझे आपकी नजरों ने समझा. ഓ നല്ല അടിപൊളി പരിപാടി ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ചോദിക്കാനുള്ളത്, ഇപ്പോൾ മാം ഫാർമക്കോളജിയാണ് എടുത്തത്, അതൊരു നോൺ ക്ലിനിക്കൽ സബ്ജക്റ്റ്. അപ്പോൾ എന്തുകൊണ്ട് മാം അതാണ് ഒരു മാമിൻ്റെ എന്താ പറയുക ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞത് മാം പറഞ്ഞ ഒരു ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഒരു നോൺ ക്ലിനിക്കൽ സബ്ജക്റ്റ് എടുത്തു എന്നുള്ളതായിരുന്നു? ആക്ച്വലി നമ്മൾ നോൺ ക്ലിനിക്കൽ ആ വേർഡ് തന്നെ ആക്ച്വലി ഇതെല്ലാം ബേസിക് സബ്ജക്ട്സ് ആണ് അല്ലേ. നമ്മളെ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറൊക്കെ അത് ദീസ് ആർ ആക്ച്വലി പാരാക്ലിനിക്കൽ സബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ, അതായത് നമ്മളെപ്പോഴും ഈ ക്ലിനിക്കൽ സൈഡിനെ ഹെൽപ്പ് ചെയ്യുന്ന സബ്ജക്ട്സ് ആണ്. ഇതെല്ലാം അനാറ്റമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി, മൈക്രോബയോളജി അല്ലേ, അതിൻ്റെ കൂടെ അതിൻ്റെ എലൈഡായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അതിൻ്റെ ഒരു ബേസിക് സബ്ജക്ട്സ് ആണ്. ഇതിനെല്ലാത്തിനെയും ഹെൽപ്പ് ചെയ്യുന്ന സബ്ജക്ട്സ് ആണ് ഈ പ്രീ പാരാക്ലിനിക്കൽ സബ്ജക്ട്സ്. അപ്പോൾ ഞാൻ എൻട്രൻസ് എഴുതിയിരുന്ന സമയത്ത് എനിക്ക് ക്ലിനിക്കൽ സൈഡ് തന്നെ ആയിരുന്നു ഇഷ്ടം. പക്ഷേ ഞാൻ എൻട്രൻസ് എഴുതിയിരുന്ന സമയത്ത് ആ സമയത്ത് ഒരുപാട് ഇപ്പോഴത്തെ പോലെ ഇതിൻ്റെ പകുതി PG സീറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് DNB കോഴ്സുകൾ അത്ര അത് ഡിഫിക്കൾട്ട്, സീറ്റ്സ് വളരെ കുറവായിരുന്നു, പാസ്സാവാൻ ഭയങ്കര ഡിഫിക്കൾട്ടുമായിരുന്നു. അപ്പോൾ എൻ്റെ സമയത്ത് എനിക്ക് എൻ്റെ കേരള റാങ്ക് 455 ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് നോക്കുന്ന സമയത്ത് എനിക്ക് ഡിപ്ലോമകളൊക്കെ കിട്ടുമായിരുന്നു. അന്ന് ഡിപ്ലോമ ഉണ്ടായിരുന്നു, ഡിപ്ലോമ കോഴ്സസ് ഉണ്ടായിരുന്നു ക്ലിനിക്കൽ. പക്ഷേ എനിക്ക് ഭാവിയിൽ വർക്ക് ചെയ്യാൻ എനിക്ക് മെഡിക്കൽ കോളേജിൽ തന്നെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമായിരുന്നു. അപ്പോൾ ഐ വോണ്ട് ഒരു MD എന്തായാലും എടുക്കണം, MD തന്നെ എടുക്കണം. അപ്പോൾ MD കിട്ടണമെങ്കിൽ എനിക്ക് എന്തായാലും MD, അതും ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ PG ചെയ്യണം എന്നായിരുന്നു. പ്രൈവറ്റിൽ സീറ്റ്സൊക്കെ ഉണ്ടായിരുന്നു, കിട്ടുമായിരുന്നു എൻ്റെ റാങ്ക് വെച്ചിട്ട്. പക്ഷേ എനിക്ക് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ തന്നെ പഠിക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നു. അപ്പോൾ എൻ്റെ റാങ്ക് വെച്ചിട്ട് ആ സമയത്ത് എനിക്ക് ഫാർമക്കോളജി ആയിരുന്നു കിട്ടുമായിരുന്നത്. ഇപ്പോഴൊക്കെ ആണെങ്കിൽ ഈ ഒരു റാങ്ക് വെച്ചിട്ട് ഡെഫിനറ്റ്ലി ക്ലിനിക്കൽ സബ്ജക്റ്റ് കിട്ടും, DNB എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ സീറ്റ്സ് അന്ന് കുറവാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ എൻട്രൻസ് പ്രിപ്പറേഷൻ്റെ സമയത്ത് ഞാൻ ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്തതോ ഏകദേശം 1 വർഷത്തിലധികം ഞാൻ ഫാർമക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മൾ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൻ്റെ ഫാർമക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു പിന്നെ ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് എന്തോ ആ സബ്ജക്റ്റ് ഭയങ്കര ഇഷ്ടമായി തുടങ്ങി. അപ്പോൾ എനിക്ക് കമ്മ്യൂണിറ്റി മെഡിസിൻ കിട്ടുമായിരുന്നു, മൈക്രോബയോളജി കിട്ടും. പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് ഫാർമക്കോളജി എടുക്കാനായിരുന്നു കുറച്ചുകൂടെ താല്പര്യം. ആ സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ട് വന്ന അപ്പോൾ ആ ഒരു ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി കിട്ടിയിട്ടില്ലെങ്കിൽ എന്തായാലും അത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോടിൽ അന്ന് 2 സീറ്റാണ്, ഇപ്പോഴും 2 PG സീറ്റ് തന്നെ ഉള്ളൂ. അപ്പോൾ അവിടെ കിട്ടുമെന്ന് അതുകൊണ്ടാണ്. പിന്നെ വേറെ ഒരു കാരണവും കൂടെ പറയുകയാണെങ്കിൽ ആ സമയത്ത് പിന്നെ എനിക്ക് എൻ്റെ ആദ്യത്തെ മോനുണ്ടായി. അപ്പോൾ എനിക്ക് മോന് കുറച്ചും കൂടെ കെയർ കൊടുക്കണം. അപ്പോൾ ഫാർമക്കോളജി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അത്ര ബിസി ആയിരിക്കില്ല. പിന്നെ ഹസ്ബൻഡ് ഓൾറെഡി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ 2 പേരും ബിസി ആയി കഴിഞ്ഞാൽ എനിക്ക് ഫാമിലിയും കൂടെ ബാലൻസ് ചെയ്ത് പോകാനും എൻ്റെ മോൻ്റെ കാര്യങ്ങൾ നോക്കാനും ഒക്കെ നന്നാവുക ഫാർമക്കോളജി ആയിരിക്കും. മാത്രമല്ല എപ്പോഴും ഒരു ക്ലിനിക്കലി ഒരു ടച്ചും ഉണ്ടാവും, കാരണം അപ്ഡേറ്റഡ് ആയിട്ട് നമ്മൾ മെഡിസിൻസിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയും. അപ്പോൾ ആ സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഫാർമക്കോളജി എടുത്തത്. ഓക്കെ, ശരിക്ക് പബ്ലിക്കിന് അറിയൂല എന്താണ് ഈ ഫാർമക്കോളജി ഡോക്ടേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ ഈസി ഒരു ഭയങ്കര സിമ്പിളായിട്ട് എങ്ങനെ പറയാൻ പറ്റുന്നുണ്ടാവുക? ആക്ച്വലി പലരും ഒരു ഫാർമക്കോളജിന് ഒരു എന്തോ ഫാർമസിക്കാരാണെന്ന് പറയും. ആക്ച്വലി ഫാർമക്കോളജി ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സബ്ജക്റ്റ്. കുറച്ച് ഡിഫിക്കൾട്ടാണ് ഇൻഡെപ്തായിട്ട്, പക്ഷേ ഫാർമക്കോളജിയിൽ നമുക്ക് ഒരുപാട് കരിയർ ഓപ്ഷൻസ് ഉള്ള ഒരു സബ്ജക്റ്റാണ്. പലർക്കും അറിയില്ല. ഇപ്പോൾ യു ക്യാൻ ഗോ ഫോർ, ഇപ്പോൾ ഞാൻ ഓപ്റ്റ് ചെയ്ത പോലെ നിങ്ങൾ അക്കാഡമിക്സ് മെഡിക്കൽ കോളേജസിൽ ടീച്ച് ചെയ്യാം. പിന്നെയുള്ളതാണ് ക്ലിനിക്കൽ ട്രയൽസിൻ്റെ ഹെഡ്. നമ്മൾ ഒരുപാട് വാക്സിൻ ട്രയൽസ്, ക്ലിനിക്കൽ ട്രയൽസ് എന്ന് പറഞ്ഞാൽ മെഡിസിൻ പുതിയ മെഡിസിൻസ് ഡെവലപ്പ് ചെയ്യുന്ന അതിൻ്റെ ട്രയൽസ്, വാക്സിൻ ട്രയൽസ്, ഇതിലെല്ലാം ഒരു ഫാർമക്കോളജിസ്റ്റ് എന്തായാലും വേണം. പിന്നെ അതുപോലെ തന്നെ ഫാർമ ഇൻഡസ്ട്രിയിൽ സയൻറ്റിഫിക് അഡ്വൈസറായിട്ട് നിങ്ങൾക്ക് ഹെഡ് ചെയ്യാം. അങ്ങനെ അപ്പം അക്കാഡമിക്സും ഉണ്ട്, ഇൻഡസ്ട്രിയും ഉണ്ട്. പിന്നെ വേറൊരു ഏരിയ ആണ് ഫാർമക്കോ വിജിലൻസ്, അതായത് ഡ്രഗ് സേഫ്റ്റി മോണിറ്റർ ചെയ്യാനുള്ള ആയിട്ട്, അതുപോലെ പ്രിസ്ക്രിപ്ഷൻസ് മോണിറ്റർ ചെയ്യാൻ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഫാർമക്കോളജിയിൽ ഉണ്ട്. ആൻഡ് പണ്ടൊക്കെ എൻ്റെ എല്ലാം സമയത്ത് അധികം പേരും അക്കാഡമിക്സ് മാത്രമായിരുന്നു ഓപ്റ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പം
കൂടുതലും ആളുകൾ ഇപ്പം പല മെഡിക്കൽ കോളേജുകളിലും ഫാക്കൽറ്റി പോസ്റ്റുകൾ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ ഫാക്കൽറ്റി പോസ്റ്റുകൾ ഒഴിഞ്ഞു. കാരണം നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള സാലറി എല്ലാം ഫാർമ ഇൻഡസ്ട്രീസിൽ MD ഫാർമക്കോളജി കഴിഞ്ഞവർക്ക് ഉണ്ട്. ദേ ഹാവ് ടു ട്രാവൽ കുറേ അങ്ങനെയുണ്ട്. ബട്ട് പീപ്പിൾ എസ്പെഷ്യലി കുറേ ലേഡീസ് ഇപ്പം ഫാർമ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാനൊക്കെ ഓപ്റ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ICMRൽ സയൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉള്ളൊരു സബ്ജക്റ്റാണ്. അപ്പോൾ മാം ഇപ്പോൾ ഫാർമേനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ ഈ അടുത്ത് ഫാർമ എന്ന് പറഞ്ഞിട്ടൊരു വെബ് സീരീസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ അതിൽ പറയുന്ന സംഭവം അമ്മമാർ ഗർഭിണികളാവുന്ന സമയത്ത് ഒരു ഡ്രഗ് കഴിക്കുന്നു, ഒരു സിറപ്പ് എന്തോ കഴിക്കുന്നത്, എന്നിട്ട് പിന്നെ കുട്ടികൾ വളർന്നിട്ട് അവർ ഡയബറ്റീസ് ഡെവലപ്പ് ചെയ്യാണ്. ശരിക്കും അങ്ങനെയൊക്കെ സംഭവിക്കുമോ? അത് ഒരിക്കലും സംഭവിക്കില്ല. കാരണം നമ്മൾ ഒരു ഡ്രഗ് നമ്മൾ മാർക്കറ്റിൽ വിപണിയിൽ ഇറങ്ങുന്നതിൻ്റെ മുന്നേ ഒരുപാട് ട്രയൽസിലൂടെയാണ് പോകുന്നത്. അതായത് ആനിമൽ സ്റ്റഡീസ് നടക്കുന്നുണ്ട്, പ്രീ ക്ലിനിക്കൽ സ്റ്റഡീസ്. അത് കഴിഞ്ഞ് phase 1, phase 2, phase 3 ട്രയൽസും കഴിഞ്ഞ് പിന്നെ അതിന് ശേഷം പോസ്റ്റ് മാർക്കറ്റിംഗ് സർവൈലൻസ് എന്ന് പറഞ്ഞാൽ, അതായത് ഒരു ഡ്രഗ് പിന്നെ മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞാലും അതിൻ്റെ അഡ്വേഴ്സ് ഇഫക്ട്സും അതിൻ്റെ സേഫ്റ്റിയും എഫിക്കസിയും ഒക്കെ മോണിറ്റർ ചെയ്യാൻ ഈ സർവൈലൻസ് നടക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ഏതൊരു ക്ലിനിക്കൽ ട്രയൽ നടത്തുവാണെങ്കിലും, ഈവൻ ഒരു ആനിമൽ സ്റ്റഡീസ് നടത്തുവാണെങ്കിലും തന്നെ അതിൻ്റെ മുന്നേ ഒരു ആനിമൽ സ്റ്റഡീസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആനിമൽ എത്തിക്സ് കമ്മിറ്റി ആ പ്രോട്ടോക്കോള് കൃത്യമായി പഠിച്ച് ഇത് എന്തെങ്കിലും ഹാം ഉണ്ടാവുമോ എന്ന് നോക്കിയിട്ടേ അപ്രൂവൽ കൊടുക്കുള്ളൂ. അത് കഴിഞ്ഞ് ആ ആനിമൽ സ്റ്റഡീസ് കഴിഞ്ഞതിന് ശേഷം ഈ ക്ലിനിക്കൽ ട്രയലിൻ്റെ മുന്നേ ഈ ഓരോ phase 1, phase 2 ഏതൊരു മോളിക്യൂളാണെങ്കിലും അത് ഇൻസ്റ്റിറ്റ്യൂഷണൽ റിസർച്ച് കമ്മിറ്റിയും ഇൻസ്റ്റിറ്റ്യൂഷണൽ എത്തിക്സ് കമ്മിറ്റിയും കൃത്യമായി മോണിറ്റർ ചെയ്ത് അത് വൾണറബിൾ പോപ്പുലേഷൻ, പ്രഗ്നൻറ്റ്, പിന്നെ ചിൽഡ്രൻ, അതുപോലെ വേറെ വൾണറബിൾ ജിറിയാട്രിക് പോപ്പുലേഷനിലൊക്കെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടോയെന്ന് ആദ്യം കറക്റ്റ് പഠിച്ചിട്ട് മാത്രമേ അപ്രൂവൽ കൊടുത്തുള്ളൂ. ഈവൺ ആഫ്റ്റർ ദ ഡ്രഗ് ഈസ് അപ്രൂവ്ഡ് ടു ബി ഇൻ ദ മാർക്കറ്റ്, അതിന് ശേഷവും ഇതിൻ്റെ ലോങ് ടേം സൈഡ് ഇഫക്ട്സ് പഠിക്കാനുമൊക്കെ കൃത്യമായി മോണിറ്ററിങ് നടക്കുന്നത്. അപ്പോൾ ഈ വെബ് സീരീസിൽ പറഞ്ഞ പോലെയുള്ള ഇങ്ങനെ അത് കൊടുക്കാം, നമുക്ക് ഡയബറ്റിസ് ഉണ്ടാക്കാം, അതൊക്കെ ഒരു റോങ് മെസ്സേജാണ് കൊടുക്കുന്നത്. അതൊരിക്കലും സാധ്യമല്ല. അതൊരു ജസ്റ്റ് ഒരു ഭാവന മാത്രമാണ്. അതൊരിക്കലും റിയൽ ലൈഫിൽ അത് ഒരിക്കലും സാധ്യമല്ല. അതേപോലെ ഇപ്പോൾ മരുന്നുകളുടെ കാര്യത്തിൽ പബ്ലിക്കിനുള്ളൊരു പ്രശ്നമാണ്. ചില ഡോക്ടേഴ്സ് ഭയങ്കരമായിട്ട് മരുന്ന് എഴുതും, ചില ഡോക്ടേഴ്സ് ആൻറ്റിബയോട്ടിക് ഒന്നും എഴുതില്ല, അവർ എഴുതിയ മരുന്നൊന്നും എഴുതിയാൽ ഒന്നും അസുഖമൊന്നും മാറുന്നില്ല എന്ന്. ശരിക്കും അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താ? ആക്ച്വലി നമ്മൾ കൃത്യമായി ക്ലിനിക്കൽ സ്കില്ല് വെച്ച് കൃത്യമായി ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് മരുന്ന് കൊടുക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ മരുന്നുകൾ എഴുതുന്ന സമയത്ത് നമ്മൾ പോളിഫാർമസി, അതായത് ഒരുപാട് മരുന്നുകൾ കൊടുത്തിട്ട് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഒരുപാട് മരുന്നുകൾ കൊടുക്കുന്ന പ്രവണത ശരിയല്ല. ചുരുക്കം ചില ആളുകളെങ്കിലും അങ്ങനെ, അതായത് നമ്മളുണ്ട് കാടടച്ച് വെടിവെക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. യു ഹാവ് ടു ഗിവ് പ്രിസ്ക്രൈബ് ഡ്രഗ്സ് റാഷണലി. അത് മിക്കവാറും ആളുകളും, ഒരു 90% ആളുകളും അങ്ങനെയൊക്കെ. പക്ഷേ ചുരുക്കം ചില ആളുകൾ അതിനൊരു അപവാദമാണ്. ഒരുപാട് മരുന്നുകൾ എഴുതുന്ന സംഭവങ്ങൾ നമ്മൾ കാണാറുണ്ട്. അപ്പം പിന്നെ പലപ്പോഴും ചിലപ്പോൾ പേഷ്യൻറ്റിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ എഴുതുന്നതും ഉണ്ടാവും. ഇപ്പം ഒരു സാധാരണ ഒരു പനിയായിട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മളൊരു പാരസെറ്റമോളും ഒരു മൾട്ടിവൈറ്റമിനും കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ പറയും, ആ ഡോക്ടറെ അടുത്ത് ഇപ്പോൾ ഇതിനെ ഇപ്പോൾ 250 രൂപ ഫീസ് കൊടുത്ത് 300 രൂപ കൊടുത്ത് പോയത് ഒരു ഡോളോ ഒരു വിറ്റാമിനും മാത്രം എഴുതിയിരിക്കുകയാണ്, ആൻറ്റിബയോട്ടിക് പോലും എഴുതിയില്ല. അപ്പം ചില സമയത്ത് നമ്മുടെ പ്രാക്ടീസ് ഒന്ന് സസ്റ്റെയിൻ ചെയ്യാനായിട്ട്, എസ്പെഷ്യലി ഒരു ബഡ്ഡിങ് ഡോക്ടേഴ്സ് ചിലപ്പോൾ പേഷ്യൻറ്റിൻ്റെ ഒരു കമ്പൾഷനിൽ ആൻറ്റിബയോട്ടിക് എഴുതി പോകാറുണ്ട്. പക്ഷേ അത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഈ ഡെവലപ്പിംഗ് കൺട്രീസിലായിരിക്കും കുറച്ചും കൂടെ കൂടുതൽ എന്നാണ് എനിക്ക് മനസ്സിലാക്കി. ഞാൻ പുറത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെയൊന്നും ആൾക്കാർ അങ്ങനെ ആൻറ്റിബയോട്ടിക് ഡിമാൻഡ് ചെയ്യുന്നത് നമ്മൾ കാണാറില്ല. ഇവിടെ ആൾക്കാർക്ക് പോയി കഴിഞ്ഞാൽ ഒരു ആൻറ്റിബയോട്ടിക് ഉണ്ടെങ്കിൽ അവർക്കൊരു സമാധാനം, കടയിൽ പോയിട്ട് എന്തോ സാധനം വാങ്ങുന്നത് അതുപോലെയാണ്. പലപ്പോഴും പബ്ലിക് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് ആൻറ്റിബയോട്ടിക് എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 5 ദിവസത്തിനാണെന്നുണ്ടെങ്കിൽ അത് 2 ദിവസം കഴിച്ചിട്ട് നിർത്തുക എന്നുള്ളത്. അതിൻ്റെ ഒരു അപകടകരമായ സൈഡ് എന്തായിരിക്കും? നമ്മളെപ്പോഴും ആൻറ്റിബയോട്ടിക് എടുക്കുന്ന സമയത്ത് അതിൻ്റെ കോഴ്സ്
പൂർത്തിയാക്കണം. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഒരു 5 ഡേയ്സിനോ ഒരു 1 വീക്കിനോ ഒരു ആൻറ്റിബയോട്ടിക് പ്രിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അസുഖം ഒരിത്തിരി കുറയുന്ന സമയത്ത് ഒരു 2 ദിവസം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ സൗകര്യപൂർവ്വം അതിനെ മറക്കും, ആ മരുന്ന് കഴിക്കുന്നതിനെ പറ്റി നമ്മളങ്ങ് മറക്കും. അപ്പോൾ ഇത് ഉണ്ടാവുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഇത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതിരിക്കുന്നതും നമ്മൾ ഈ ആൻറ്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ്, അതായത് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. നമ്മളെപ്പോഴും നമ്മൾ ഈ കോഴ്സ് തീരുമാനിക്കുന്നത് എത്രത്തോളം ബാക്ടീരിയൽ ലോഡ് ഉണ്ട്, എത്രത്തോളം ഈ പേഷ്യൻറ്റിന് സിംറ്റംസ് ഉണ്ട്, ഇതിനെല്ലാം നോക്കിയിട്ടാണ് നമ്മളൊരു കോഴ്സ്. അപ്പോൾ കുറച്ചൊരു ആശ്വാസം കിട്ടുന്ന സമയത്ത് തന്നെ ഈ മരുന്ന് നിർത്തുന്ന സമയത്ത് തൽക്കാലം ഈ പറഞ്ഞ ബാക്ടീരിയ അവിടെ ഒന്ന് അടങ്ങി ഇരിക്കും. പക്ഷേ പിന്നീട് മറ്റൊരവസരം വരുന്ന സമയത്ത് ഇത് കുറച്ചും കൂടെ ശക്തി പ്രാപിച്ച് അവർ കുറച്ചും കൂടെ വിറുലൻ്റായിട്ട് അടുത്തൊരു അറ്റാക്കിൽ കൂടുതൽ വിറുലൻ്റ് ആവാനുള്ള സാധ്യത കൂടും. അപ്പോൾ അടുത്തൊരു സമയത്ത് ഈ സെയിം ആൻറ്റിബയോട്ടിക് ഈ പേഷ്യൻറ്റിന് കൊടുക്കുന്ന സമയത്ത് അത്രത്തോളം എഫിക്കസി, അതിൻ്റെ ഫലപ്രാപ്തി കുറയുന്ന സംഭവങ്ങൾ ഒരുപാട് ഉണ്ടാവും. അപ്പോൾ എപ്പോഴും ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കുകയാണെങ്കിൽ ആ കോഴ്സ് പൂർത്തിയാക്കണം എന്നുള്ളത് അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളായിട്ട് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസിന് നമ്മളൊരു വക വെച്ച് കൊടുക്കരുത്. അതേപോലെ പബ്ലിക് പറയുന്ന ഒരു സംഭവമാണ് ആ ഡോക്ടറിൻ്റെ എഴുത്ത് എത്ര വായിച്ചാൽ പോലും മനസ്സിലാവില്ല എന്നുള്ളത്. ശരിക്കും അതിൻ്റെ അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമാവാൻ സാധ്യതയുണ്ടോ? അങ്ങനെ ഒരു ബാഡ് ഹാൻഡ് റൈറ്റിംഗ് കാരണം? യെസ്, ഡെഫിനറ്റ്ലി. എപ്പോഴും നിങ്ങളെ പ്രിസ്ക്രിപ്ഷൻ WHO പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ പ്രിസ്ക്രിപ്ഷൻ ഷുഡ് ബി ലെജിബിൾ ആൻഡ് ഇറ്റ് ഷുഡ് ബി റിട്ടൺ ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആൻഡ് ഇഫ് പോസിബിൾ റൈറ്റ് ജനറിക്. ഓക്കെ, ജനറിക് എഴുതിയിട്ടില്ലെങ്കിലും ജനറിക്ക് പലപ്പോഴും ക്വാളിറ്റി ഇഷ്യൂസിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് എഴുതുക എന്നുള്ളത്, ഇനിയിപ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് സ്റ്റാൻഡേർഡ്സ് പ്രകാരം ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതിയിരിക്കണം. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ലെജിബിളായിട്ട് എന്ത് എക്സ്ക്യൂസ്, നിങ്ങൾ തിരക്കാണ്, പേഷ്യൻ്റ് കൂടുതൽ കാത്തു നിൽക്കുന്നതൊക്കെ ആണെങ്കിലും തന്നെ നിങ്ങൾ എഴുതുന്ന പ്രിസ്ക്രിപ്ഷൻ ലെജിബിളായിട്ട് എഴുതുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ഒരു എഴുത്ത് അത് വേറൊരാൾക്ക് വായിക്കാൻ പറ്റാത്ത, ഒരു ഫാർമസിസ്റ്റിന് ഡിസ്പെൻസ് ചെയ്യുന്ന സമയത്ത് അത് വായിക്കാൻ പറ്റാത്തത് കാരണം, ഒരു പ്രിസ്ക്രൈബിങ് എറർ കാരണം മരുന്ന് മാറിക്കൊടുത്തൊരു പേഷ്യൻറ്റിന് അപകടം സംഭവിക്കാൻ ഒരിക്കലും പാടില്ലാത്തതാണ്. അപ്പോൾ എപ്പോഴും എന്ത് തിരക്കാണെങ്കിലും നിങ്ങൾ ഓരോ പ്രിസ്ക്രിപ്ഷനും നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് നോക്കുക, ഞാൻ എഴുതിയത് കറക്റ്റല്ലേ, ഞാൻ എഴുതിയത് വേറൊരാൾക്ക് വായിക്കാൻ പറ്റുമോ. പൊതുവേ എല്ലാവരും പബ്ലിക് പറയുന്നൊരു ഡോക്ടേഴ്സിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വായിക്കാൻ പറ്റില്ല, അത് അടുത്തുള്ള മെഡിക്കൽ ഷോപ്പുകാരന്, ഈവൺ അടുത്തുള്ള മെഡിക്കൽ ഷോപ്പുകാരന് പോലും വായിക്കാൻ പറ്റില്ല ഒരിക്കലും. ഞാൻ ഇപ്പോൾ ബഡ്ഡിങ് ഡോക്ടേഴ്സിൻ്റെ അടുത്തും എനിക്ക് പറയാനുള്ളതാണ്, നിങ്ങൾ എന്ത് തിരക്കാണെങ്കിലും ഉള്ള പ്രിസ്ക്രിപ്ഷൻ വൃത്തിയായിട്ട് എഴുതുക. നല്ല ഹാൻഡ് റൈറ്റിംഗ് എല്ലാവരും ഉണ്ടായിക്കൊള്ളുന്നത്. അപ്പോൾ പറ്റുമെങ്കിൽ നിങ്ങൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതുക, ലെജിബിളായിട്ട് എഴുതുക. നമ്മളെ കയ്യാലെ ഒരു അബദ്ധം ഉണ്ടാവരുത്, ഒരു പ്രിസ്ക്രൈബിങ് എററിന് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യരുത്. മാം ഒരു ഡോക്ടറിനപ്പുറം ഒരു ടീച്ചറും കൂടിയാണല്ലോ. കുറേ സ്റ്റുഡൻസിനെ, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ കാണുന്നുണ്ട്. എന്നാലും ചോദിക്കുകയാണ്, മാമിൻ്റെ സമയത്തുള്ള കുട്ടികളാണോ അതോ ഞങ്ങളാണോ ഏറ്റവും അടിപൊളിയായിട്ടുള്ളത്? എത്രയായാലും നമ്മൾ പറയും നമ്മളാണ് അൾട്ടിമേറ്റ് എന്ന് പറയില്ലേ. നമ്മൾ ജനറേഷൻ ഭയങ്കര സൂപ്പറായിരുന്നു നമ്മൾ. പക്ഷെ ഞാൻ പറയും, ഇപ്പോഴത്തെ കുട്ടികളും ഒരുപാട് വളരെ നല്ല കുട്ടികളുണ്ട്. നമ്മൾ എന്താ പറയുക, ടാലൻസിൻ്റെ ഒരു നിറകുടമായിട്ടുള്ള കഴിവുകൾ ഒരുപാടുള്ള കുട്ടികളുണ്ട് പല കാര്യങ്ങളിലും. ഇപ്പം ടെക്കാണെങ്കിലും എന്തൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ വേറെ എന്തെങ്കിലും ഒന്ന് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാലൊക്കെ തന്നെ ഒരു ഭയങ്കര പ്രോംപ്റ്റാണ്. എല്ലാ കാര്യത്തിനും ഭയങ്കര ഉഷാറായിട്ട് എല്ലാം ചെയ്യും. പല കാര്യങ്ങളെ പറ്റിയിട്ടും ഒരേ സമയത്ത് മൾട്ടി ടാസ്ക് ചെയ്യാനും ഒക്കെ പറ്റുന്ന കുട്ടികൾ ഒരുപാടുണ്ട്. ഇപ്പോഴത്തെ ജനറേഷൻ ഭയങ്കര അടിപൊളിയാണ് സത്യം പറഞ്ഞു വെച്ചാൽ. പിന്നെ ഒരു വ്യത്യാസം കണ്ടിട്ട് അവരെല്ലാവരും ഒരു എന്താ പറയുക, ബഡ്ഡിയും ബ്രോയും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ലെവലിൽ പോകുന്ന ആൾക്കാരാണ്. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഈ പറഞ്ഞവരെല്ലാവരും ഭയങ്കര അടിപൊളിയാണ്. പക്ഷെ ഒരു ഡിഫിക്കൾട്ട് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എത്രത്തോളം ആ ഒരു ഡിഫിക്കൾട്ട് സിറ്റുവേഷനെ ടൈഡ് ഓവർ ചെയ്യാൻ പറ്റുന്ന കുട്ടികൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഒരു സംശയമാണ്. അതായത് അഡ്വേഴ്സിറ്റീനെ ഫേസ് ചെയ്യുന്നത്, അത് ഇമോഷണലി മെച്വേർഡായിട്ട് ആ ഒരു ഹാർഡ്ഷിപ്പിനെ ഫേസ് ചെയ്യാൻ പറ്റുന്ന കുട്ടികൾ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വീട്ടിൽ നിന്നും പലരും എല്ലാവിധ സൗകര്യങ്ങളിലും
എല്ലാവരും ഒരുപോലെയല്ല, പക്ഷെ എന്നാലും ഇപ്പം വീട്ടിൽ അധികം സൗകര്യങ്ങളൊന്നും എൻ്റെ മോൾക്ക് എൻ്റെ മോന് ഒരു വിഷമം ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ട് പാരൻസ് അവരെ പരമാവധി പാമ്പർ ചെയ്തിട്ടും അവർക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും കൊടുത്തിട്ട് ആണ് അവരെ വളർത്തിക്കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവർ ഈ ഒരു ഹാർഡ്ഷിപ്സിനെ അവർ അത്ര അറിയുന്നില്ല. അപ്പോൾ ഈ MBBS പോലുള്ള ഒരു ഡിഫിക്കൾട്ട് കോഴ്സിനൊക്കെ എത്തിയിട്ട് ഇനിയിപ്പോൾ പോട്ടെ, അത് ഒരു ലവ് ഫെയിലിയർ വന്ന് അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് വന്നു കഴിഞ്ഞാൽ അതിനെ അവർക്ക് ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. നേരെ അവർ ഗ്രാഫ് താഴെ പോവാണ്. അങ്ങനെ ഭയങ്കര ഹൈയിൽ നിന്ന ആൾ നേരെ ഗ്രാഫ് താഴെ പോവാണ്. പിന്നെ അവർക്ക് ഒന്നിനും പറ്റുന്നില്ല, അവർ സൂയിസൈഡിനെ പറ്റി ചിന്തിക്കുന്നു, ഇങ്ങനെയുള്ള. അപ്പോൾ ഈ ഒരു ക്രൈസിസിനെ മാനേജ് ചെയ്യാൻ, അതിനെ ടൈഡ് ഓവർ ചെയ്യാനുള്ള ഒരു കെൽപ്പ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഉണ്ടോയെന്ന് സംശയമാണ് എനിക്ക്. അതെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും നമ്മൾ പറയാറുണ്ട് ഫെയിലിയേഴ്സ് ആർ ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ടു സക്സസ്. അപ്പോൾ നമ്മൾ തോറ്റ് പഠിക്കണം. നമ്മൾ നമ്മളുടെ ബുദ്ധിമുട്ടുകളും എല്ലാം അറിഞ്ഞ് പഠിക്കുന്ന സമയം അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് വിജയത്തിന് കൂടുതൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്, അല്ലേ? നമ്മൾ കുറച്ച് എക്സാമൊക്കെ പൊട്ടണം, കുറച്ച് അങ്ങനെയൊക്കെ. അങ്ങനെ മറ്റേത് എല്ലാം പാസ്സായി എല്ലാം വളരെ കളർഫുള്ളായിട്ട് വരുന്നു. അപ്പോൾ എത്തിക്കൊരു ചെറിയ പരാജയം വരുന്ന സമയത്ത് നമുക്കതിനെ താങ്ങാൻ പറ്റുന്നില്ല. നേരെ മറിച്ച് എല്ലാവിധ ഈ കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ നമ്മൾ ട്രാവൽ ചെയ്ത് നമ്മൾ എത്തുന്ന സമയത്ത് നമുക്ക് അതിനെ കുറച്ചും കൂടെ നന്നായി ഹാൻഡിൽ ചെയ്യാൻ, നമുക്ക് അപ്സ് ആൻഡ് ഡൗൺസിനെയൊക്കെ നന്നായി ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഈ സൂയിസൈഡിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നീറ്റിൻ്റെ ഒരു കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും കുട്ടികൾ എന്താ പറയുക, ആ ഒരു എക്സാം അവർക്ക് അവർ വിചാരിച്ചൊരു സ്കോറിൽ കിട്ടാത്തപ്പോൾ അല്ലെങ്കിൽ വേറെ പല ഇഷ്യൂസ് കൊണ്ടും സൂയിസൈഡ് എന്ന സിറ്റുവേഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് മാമിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്താണ്? ആക്ച്വലി സൂയിസൈഡ് ഒന്നിനുള്ള ഒരു പരിഹാരം അല്ല. നമ്മൾ ആ ഡിഫിക്കൽട്ട് സിറ്റുവേഷനെയും നമ്മൾ എങ്ങനെ മറികടക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം നടക്കുന്ന സംഭവങ്ങൾ, ഇപ്പോൾ ഈ ആത്മഹത്യ ചെയ്ത കുട്ടികൾ അവർ ഈ പറയുമ്പോൾ ഇപ്പോൾ നീറ്റ് പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിന് അത്രയും സ്ട്രെസ്ഫുൾ ആയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പേപ്പർ ലീക്കായി, അത് നമ്മൾ അയ്യോ ഇനി വേറൊരു എക്സാമും കൂടെ എഴുതണം എന്നുള്ളത് നമുക്ക് ആ സ്ട്രെസ്സിനെ ഹാൻഡിൽ ചെയ്യാൻ കുട്ടികൾക്ക് പറ്റുന്നില്ല. അപ്പോൾ ഓക്കെ, ഇതാണ് എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം, ഞാനിത് അങ്ങ് അവസാനിപ്പിക്കാം. ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ഒക്കെ ഇപ്പോൾ ഈ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ സ്ട്രെസ്ഫുള്ളായിട്ട് പ്രിപ്പയർ, പാരൻസ് അവർക്ക് എപ്പോഴും സപ്പോർട്ടായിട്ട് വേണം. അവരുടെ അടുത്ത് തുറന്ന് സംസാരിക്കുക. ദിവസത്തിൽ ഒരു അരമണിക്കൂറെങ്കിലും അവരുമായിട്ട് കുറച്ച് തമാശകളൊക്കെ പറഞ്ഞ് അവരുടെ സ്ട്രെസ്സ് റിലീവ് ചെയ്യാൻ ഇടയ്ക്കൊരു ബ്രേക്ക്, ഷോർട്ട് ബ്രേക്സ് എടുക്കുന്നത് എപ്പോഴും ഇങ്ങനെയുള്ള സംഭവങ്ങളിലേക്ക് കുട്ടികൾ പോവാതിരിക്കാൻ നല്ലതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ പിന്നെ ഇപ്പം കണ്ടിന്യൂസ് ഇപ്പം നീറ്റ് ടോപ്പർ പറയുണ്ടായി, ഞാൻ 16 മണിക്കൂർ 17 മണിക്കൂർ പഠിക്കുമായിരുന്നു. ഓക്കെ, 16-17, പക്ഷെ അതിൻ്റെ ഇടയിൽ നമുക്കൊരു എൻ്റർടൈൻമെൻറ്റിന് ഒരു ജസ്റ്റ് എന്തെങ്കിലും ഒരു നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിന് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബ്രേക്ക് എടുക്കുക. ഇടയ്ക്കൊന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് ജസ്റ്റ് പുറത്ത് പോവുക. എത്ര ടൈറ്റ് ഷെഡ്യൂളാണെങ്കിലും പാരൻസ് എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ കാര്യങ്ങളൊക്കെ ചോദിച്ച് അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതുപോലുള്ള ഈ വിഷമങ്ങൾ ഇല്ലാതിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരിക്കലും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരം അല്ല. യു സ്പീക്ക് അപ്പ്, യു ഓപ്പൺ അപ്പ് വാട്ട് ഈസ് യുവർ പ്രോബ്ലം. ഇപ്പൊ മാം പാരൻസിന്റെ കാര്യം പറഞ്ഞല്ലോ. ശരിക്കും പലപ്പോഴും പാരൻസിന്റെ ആഗ്രഹമാണ് എൻ്റെ മോള് അല്ലെങ്കിൽ മോൻ ഡോക്ടർ ആവുന്നത്. ശരിക്കും പാരന്റ് ആണോ അത് ഡിസൈഡ് ചെയ്യേണ്ടത്? ഒരിക്കലുമല്ല. അത് സ്റ്റുഡൻ്റാണ്, അവരുടെ ഫ്യൂച്ചറാണ്, അവരുടെ ലൈഫാണ്, അത് അവർ ഡിസൈഡ് ചെയ്യണം. ഒരിക്കലും പാരൻസിൻ്റെ കമ്പൽഷൻ പ്രകാരം എസ്പെഷ്യലി ഡോക്ടർ പോലെയുള്ള പ്രൊഫഷനിൽ ഒരിക്കലും വരരുത്. കാരണം വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കോഴ്സ് പീരീഡ് ആണെങ്കിലും അത് കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ ആണെങ്കിലും പിന്നീട് ലൈഫാണെങ്കിലും ഒക്കെ സ്ട്രെസ്ഫുൾ ആയിട്ട്, അൺലെസ് യു ആർ ഡെഫിനറ്റ്ലി പാഷനറ്റ് അബൌട്ട് ദാറ്റ്, ഡോണ്ട് ഗോ ബിഹൈൻഡ് കമ്പൾഷൻസ്. ബിക്കോസ് കമ്പൾഷൻസിൽ നമ്മൾ ഈ കോഴ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ജേണീൻ്റെ ആ ഒരു ഹാർഡ്ഷിപ്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റിക്കോളും എന്നില്ല. അപ്പോൾ പാരൻസിനോട് എനിക്ക് പറയാനുള്ളത്,
നിങ്ങളുടെ കുട്ടിയുടെ ആഗ്രഹം എന്താണ്, അവരുടെ ടാലൻ്റ് എന്താണ്, അത് നോക്കിയിട്ട് അവർ തീരുമാനിക്കട്ടെ ഏത് പ്രൊഫഷൻ ചൂസ് ചെയ്യണം എന്നുള്ളത്. എന്നിട്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക. അല്ലാതെ ഒരിക്കലും അവർക്ക് അനാവശ്യമായിട്ട് ഇങ്ങനെ എൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടി നീറ്റിൽ JEE ഇത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട്, നീ ഇതിന് പോകണം, ഇത് സെക്യൂറാണ്, ഇതല്ലാത്ത ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല വേറെയും എത്രയോ ജോബുകളുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണോ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഒരു ആഗ്രഹം എന്താണ്, നിങ്ങളുടെ പാഷൻ എന്താണ്, ഫോളോ ദാറ്റ്. മാമിന് ഈ ഒരു എപ്പിസോഡിൽ ലാസ്റ്റായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് MBBS ഇപ്പോൾ ഇനി വരാൻ പോകുന്ന കുട്ടികളെടുത്തും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെടുത്തും എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ മെഡിക്കൽ കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ ഓക്കെ നമ്മൾ നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്തു, നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തി, ഇത് അവിടെ തീരുന്നില്ല, ദിസ് ഈസ് ജസ്റ്റ് എ സ്റ്റാർട്ട്. നമ്മൾ ഡോക്ടേഴ്സ് എപ്പോഴും ഹ്യൂമൻ ലൈഫുമായിട്ട് ഡീൽ ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മളെപ്പോഴും വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യം. നമ്മൾ MBBS കിട്ടിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് നിർത്തരുത്, ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട്. ഞാൻ ആരെയും ഡെസ്പാക്കാൻ വേണ്ടിയിട്ട് പറയല്ല, പക്ഷെ ഒരുപാട് ദൂരം മുന്നേ. അപ്പം നിങ്ങൾ അതുവരെ ഇട്ടിരുന്ന ആ എഫേർട്ട് യു കണ്ടിന്യൂ ദാറ്റ് എഫേർട്ട്. നിങ്ങളെ ആ എൻട്രൻസ് പഠനത്തിന് വേണ്ടിയിട്ട് ഇട്ട ആ എഫേർട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം. അത് കാരണം നമ്മുടെ സബ്ജക്ട്സ് അത് നന്നായി പഠിച്ച് അത് മനസ്സിലാക്കി പഠിച്ച് അതിൻ്റെ പ്രാക്ടിക്കലി നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നുള്ള കാര്യങ്ങളും എല്ലാം കൃത്യമായി പഠിച്ചു പോയെങ്കിൽ, എസ്പെഷ്യലി ബേസിക് സ്ട്രോങ് ആക്കി കഴിഞ്ഞ് പോയെങ്കിൽ നമ്മൾ ഭാവിയിൽ ഡോക്ടറായിട്ട് നമ്മൾ ഫീൽഡിൽ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ളവരെ കൂടെ പിടിച്ചു നിൽക്കണമെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പാസ്സാവാൻ എങ്ങനെയെങ്കിലും പാസ്സാവും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കരിക്കുലം തോൽക്കാനാണ് ബുദ്ധിമുട്ട്. അപ്പോൾ നിങ്ങൾ നന്നായി പഠിക്കുക, അതിൻ്റെ കൂടെ നിങ്ങൾ ബാക്കി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും എല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക. ഒരിക്കലും ഫസ്റ്റ് ഇയർ കഴിഞ്ഞു ഫസ്റ്റ് ഇയറിൽ സെക്കൻഡ് ഇയറിലൊക്കെ ഈ ഉഴപ്പിപ്പോയി കഴിഞ്ഞാൽ അത് ഭാവിയിൽ നിങ്ങൾക്ക് എന്തായാലും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ കാണുന്ന ഒരു പ്രവണത എന്ന് വെച്ചാൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ എത്തുന്ന ഏറ്റവും ടോപ്പ് റാങ്കേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരങ്ങ് ലൂസായി പോവാണ്. നമ്മൾ ഡോക്ടറായി കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോഴേ അവർ ഡോക്ടറായി കഴിഞ്ഞാൽ അവർ സ്റ്റെത്തൊക്കെ ഇട്ട് പോകുന്ന ഒരാളായിട്ട് അവർ ഇമാജിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി മെല്ലെയൊക്കെ എങ്ങനെയെങ്കിലൊക്കെ തട്ടിമുട്ടി അങ്ങ് പോയാൽ മതി, ഇല്ലെങ്കിൽ എക്സാമൊക്കെ കഴിഞ്ഞാൽ റെമഡിയൽ എക്സാമും ഒക്കെ കഴിഞ്ഞ് എങ്ങനെയെങ്കിലൊക്കെ ആരുടെയെങ്കിലൊക്കെ കാരുണ്യത്തിൽ പാസ്സായി പോയാൽ മതി. അങ്ങനെ പാസ്സായിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾ ഭയങ്കര ഹൈ സ്കോറിങ് ഒന്നും ആവണമെന്നില്ല, പക്ഷേ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി പഠിക്കുക, എന്നാലേ ഭാവിയിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ആൾക്കാർ പറയും MBBS എടുത്തു കഴിഞ്ഞാൽ വെറും MBBS നിങ്ങൾക്ക് ഒരിക്കലും നിർത്താൻ പറ്റില്ല. ആൾക്കാർ പറയും ഡോക്ടർ വെറും ഒരു MBBS അത് നമ്മൾ എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് ഈ MBBS തന്നെ എത്തുന്നത് എന്നുള്ളത് നമുക്കേ അറിയാവുള്ളൂ. അപ്പോൾ നമ്മൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ പലരും സൂപ്പർ സ്പെഷ്യാലിറ്റി ഒരുപാട് പേര് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ ആ എഫേർട്ട് കണ്ടിന്യൂ ചെയ്യും. ഇല്ലെങ്കിൽ പ്രൈവറ്റിൽ നമ്മളെക്കാളും താഴെ റാങ്കിലുള്ള ആൾക്കാർ പ്രൈവറ്റിൽ MBBS പഠിച്ചവർ അവർ ഈ നിരാശയിൽ അവരവിടുന്ന് നന്നായി ഉഷാറായിട്ട് പഠിക്കാൻ തുടങ്ങും. പിന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് സീറ്റ്സ് ഫുള്ള് ഫില്ലാവുന്നത് നമ്മളിപ്പോൾ കാണുന്ന ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും പോസ്റ്റ് ഗ്രാജുവേഷൻ വരുന്നത് പ്രൈവറ്റ് മെഡിക്കൽ കോളേജസിൽ പഠിച്ചു കഴിഞ്ഞ ആൾക്കാരാണ്. അപ്പം നമ്മൾ ഈ കോമ്പറ്റീഷനുള്ള ഈ ഒരു ഫീൽഡിൽ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മൾ ഇട്ടിരുന്ന ആ എഫേർട്ട് കണ്ടിന്യൂ ചെയ്യണം. ഒരിക്കലും നിങ്ങളുടെ ആ ഒരു ഇത് ലൂസായി പോകരുത്. നല്ല കൃത്യമായിട്ട് നമ്മൾ പഠിക്കുക. എന്നാലും പക്ഷെ അറ്റ് ദ സെയിം ടൈം വെറുതെ അനാവശ്യമായിട്ട് സ്ട്രെസ്സ് ഇടാതെ നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. നിങ്ങൾ പാട്ട് പാടണോ, നിങ്ങൾ ഡാൻസ് കളിക്കണോ, അല്ലെങ്കിൽ സ്പോർട്സ് ആണോ, അല്ലെങ്കിൽ നിങ്ങൾ എഴുതുന്നവരായിരിക്കും, പല കാര്യങ്ങൾ നിങ്ങൾക്കുള്ള ബാക്കി കഴിവുകളും ഇതിൻ്റെ കൂടെ നിങ്ങൾ അതിനും കൂടെ ടൈം കണ്ടെത്തുക. അറ്റ് ദ സെയിം ടൈം യു ഹാവ് ചോസൺ ദിസ് പ്രൊഫഷൻ ആൻഡ് ദിസ് ഈസ് എ പ്രൊഫഷണൽ കോഴ്സ്. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നിങ്ങൾ ആ ഇയേഴ്സ് 5-5.5 വർഷവും നിങ്ങൾ അതേ സീരിയസ്നെസ് ഉണ്ടാവുകയും വേണം. ഒരിക്കലും ലൂസായി പോകാൻ പാടില്ല. നമ്മൾ സ്റ്റുഡൻസിനും അതേപോലെ തന്നെ പബ്ലിക്കിനും റെലവൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. നമുക്ക് ഇനിയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. നന്ദി. താങ്ക് യു ഹെന്ന.